ഓണപരിപാടി കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പൊ ഇന്നലെ തിരുവോണമായിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല, വ്ളോഗൊന്നും ചെയ്യാനുള്ള അത്രമാത്രം പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇന്ന് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ പറമ്പില് മിന്നൽ ഓണം എന്നുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് പോയി കണ്ടു നോക്കിയാലോ. ാരി കർമ്മം എന്നുള്ളതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഈ വേദിയിലിരിക്കുന്ന മുഴുവൻ പേരും ഇതിലെ ഭദ്രദീപം കൊളുത്തി ഇത് നിർവഹിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി എല്ലാവരും ഞങ്ങൾ നേരത്തോടെ തന്നെ എത്തി. വാർഡ് കൗൺസിലറും മറ്റു വിശിഷ്ടാതിഥികളും ചേർന്ന് ഇനോഗ്രേഷൻ ചെയ്യാണ് പ്രോഗ്രാമിന്റെ. മമ്മിയൂര് മിന്നൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ഈ ഒരു ഓണാഘോഷ പരിപാടി നടന്നത്. അപ്പൊ 3 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. കണ്ടില്ലേ, ഇത്ര പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അനൗൺസ്മെന്റ് ഒക്കെ കേട്ട് പിന്നീട് കുറേ പേരെത്താൻ തുടങ്ങി. ഒപ്പേഞ്ചിന്റെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രോഗ്രാമിന് പോകുന്നത് കേട്ടോ. അതിന്റെ എക്സൈറ്റ്മെന്റിലാണ്. അവിട്ടത്തിന്റെ ദിവസമായിരുന്നു ഈ ഒരു പ്രോഗ്രാം നടന്നത്. പക്ഷെ എനിക്ക് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. ഇത്രയും ലേറ്റ് ആവാൻ കാരണം ഒന്നാമത് പപ്പയ്ക്ക് എക്സാം ആയിരുന്നു, പിന്നെ എനിക്ക് മൈഗ്രെയിൻ ഒക്കെ ഉള്ളതുകൊണ്ട് എഡിറ്റ് ചെയ്യാനും സാധിച്ചിരുന്നില്ല. ഷോർട്സ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം കുട്ടികളുടെ പന്തുകളിയാണ്. പപ്പ വേഗം തന്നെ ഔട്ടായി. ചിന്റെ കുറച്ച് പിടിച്ചു നിന്നു കേട്ടോ. പിന്നെ ജയിക്കുന്നതിലൊന്നല്ലല്ലോ കാര്യം, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. അങ്ങനെ അപ്പോൾ വീട്ടുകളിലൊക്കെ 1-2 പേരൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓണത്തിന് ഭക്ഷണം കഴിക്കുക, വെറുതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഒക്കെ ഒരു കളികളൊക്കെ ആയിട്ട് കൂടുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് കേട്ടോ. അത് അനുഭവിച്ചവർക്ക് എന്നെ അറിയാൻ സാധിക്കുകയുള്ളൂ. ഞാൻ വേഗം തന്നെ ഔട്ടായിട്ടോ. പിന്നെ ജെൻസിൻ്റെ പന്തുകളിയായിരുന്നു. അതിനുശേഷം മിഠായി പറക്കലുണ്ടായിരുന്നു. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിരുന്നു. അപ്പോൾ ചിൻ്റെ കൂടി. ചിന്ത എല്ലാം കൂടി ഒരു സ്ഥലത്ത് കൂട്ടി വെച്ചു. പക്ഷെ ആളോട് പറക്കാൻ പറഞ്ഞ ആൾ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ആൾക്ക് ഒന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ കരച്ചിലായി. അതിനുശേഷം എന്താ, ഞങ്ങളുടെ കസാരോട്ടാണ്. മ്യൂസിക്കൽ ചെയർ ആയതുകൊണ്ട് തന്നെ ഇതിൽ മ്യൂസിക് ഇടാനും സൗണ്ട് ഇടാനും പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് കസാര ഓട്ടം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അവരോട് ഓടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിലും ഞാൻ വേഗം തന്നെ ഔട്ടായിട്ടുണ്ട്. എന്നാൽ ഒന്നിലും പ്രൈസ് അടിക്കാനായിട്ടൊന്നും ഇരുന്നിട്ടില്ല. വെയിറ്റ് ആൻഡ് സീ കേട്ടോ. ലാസ്റ്റ് വരുന്നുണ്ട് നമ്മൾ കപ്പടിച്ച മൊമെൻറ്റ്സ് ഒക്കെ. അപ്പോൾ ഒപ്പം അതിനിടയ്ക്ക് കുട്ടികളായിട്ട് കളിക്കുന്നുണ്ട്, ചെളിയിലൊക്കെ നടക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വഴിക്ക് വീഴും എന്ന് പറഞ്ഞിട്ടും ആൾ നടക്കണത് കണ്ടില്ലേ. ഇത്ര ആൾക്കാരായിപ്പോൾ. ഇനി നൈറ്റ് ആയപ്പോൾ ഇതിലും കൂടി കേട്ടോ. അപ്പോൾ അതായത് സുന്ദരിക്ക് പൊട്ടുകുത്തലാണ്. അപ്പോൾ പപ്പ ചെളിയിലും റോട്ടിക്കൊക്കെ ഓടുന്നത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പേടിയായി. കാരണം ഞാൻ കണ്ടുകെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇവരെ ശ്രദ്ധിക്കാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ട് തന്നെ അവർ കുറേ വിളിച്ചു തന്നെ. പിന്നെ വേറെ എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ ഇത് കഴിഞ്ഞ് കുപ്പിയിൽ വെള്ളം നിറക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതിൽ ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വലിയ പിടുത്തമൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തല തിരിച്ചിട്ടൊക്കെയാണ് വെള്ളം നിറച്ചിരുന്നത്. പിന്നെ പഠിച്ച് വന്നപ്പോഴേക്കും പ്രൈസ് വാങ്ങേണ്ടവരൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു രസമായിരുന്നു കേട്ടോ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ. പിന്നെ ഒരു ടീ ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റും ചായയൊക്കെ കുടിച്ചു. ശേഷം ജെൻസിൻ്റെ ചാട്ടം ഉണ്ടായിരുന്നു. ലേഡീസിന് ഉണ്ടായിരുന്നില്ല, റിസ്കി ആണല്ലോ. അതിനുശേഷം വടംവലി ഉണ്ടായിരുന്നു. വടംവലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കോളേജിലൊക്കെ പഠിക്കുമ്പോൾ വടം വലിച്ചിട്ട് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തിൽ പോയി നിൽക്കുന്നതാണ് കേട്ടോ. അങ്ങനെ വലിച്ചപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ്. ഓപ്പോസിറ്റ് ടീം നന്നായിട്ട് വലിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാൻ വീഡിയോ ചെയ്തു. അപ്പോൾ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ന് വിചാരിച്ചൊരു സന്ദർഭമായിരുന്നു. അപ്പോൾ കൂടെ നിന്നവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു കേട്ടോ. അവിടെ നിന്നിരുന്ന പയ്യന്മാരൊക്കെ കണ്ടില്ലേ, നന്നായി എൻകറേജ് ചെയ്തു. അധികം വിഷ്വൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ജെൻസിൻ്റെ കുറേ ടീമിൻ്റെ വടംവലി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഫ്ലാറ്റിൽ പോയി ഒന്ന് ഫ്രഷായി വരുന്നതാണ് ഈ കാണുന്നത്. കുട്ടികളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മളെത്തിയപ്പോൾ പപ്പയുടെ പാട്ടിനായിട്ട് വിളിച്ചു. പോലെ ആ മോളത്തോടെ വസിക്കും കാലം
കുട്ടികളും മുതിർന്നവരും അവിടെ പെർഫോം ചെയ്തിരുന്നു കേട്ടോ. പാട്ടായിട്ടും ഡാൻസായിട്ടും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതിൽ മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നത് കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ആരും വീട്ടിലൊന്നും പോയില്ല, എല്ലാവരും അവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാടാൻ കഴിവുള്ള ആൾക്കാർ, ഡാൻസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ ഒക്കെ എല്ലാവരുടെയും കഴിവുകൾ അവിടെ പ്രകടിപ്പിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇത്തരം വേദികളൊക്കെ കിട്ടുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണല്ലേ. അപ്പോൾ ഡാൻസ് ഉണ്ടായിരുന്നു. ഡാൻസ് ഞാൻ ഷോർട്സ് ആയിട്ടിട്ടുണ്ട്, കാണേണ്ടവർക്ക് പോയിട്ട് കാണാം. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇതിൽ മ്യൂസിക് ആഡ് ചെയ്താൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും, അതുകൊണ്ടാണ് ആഡ് ചെയ്യാത്തത്. നല്ല ഒരു ഡാൻസ് പെർഫോമൻസ് തന്നെയായിരുന്നു കേട്ടോ. കുറേ പാട്ടുകളും ഡയലോഗൊക്കെ ക്ലബ് ചെയ്തിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു അവരുടെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആശാ വർക്കർ ചേച്ചി, ആനി ചേച്ചിയുടെ പാട്ടുകളുണ്ടായിരുന്നു. നാടൻ പാട്ടും സിനിമാറ്റിക്കും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചേച്ചി കരോക്കൊക്കെ വെച്ചിട്ട് ഭയങ്കര നന്നായിട്ട് പെർഫോം ചെയ്തു. ഞാൻ കരോക്കെ ഒന്നും ഇല്ലാതെ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. എന്ന് വെച്ചാൽ ഞാനതിൽ നോക്കിയിട്ടാണ് പാട്ട് പാടിയിരുന്നത്. അപ്പോൾ ചേച്ചിയുടെ പാട്ടിന് കണ്ടില്ല, എല്ലാവരും ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു വെള്ളം പൊന്നും പൂവും കരിനീല ചാന്തും ആ സോങ്ങൊക്കെ പാടിയപ്പോൾ കണ്ടില്ല, എല്ലാവരും സ്റ്റേജിലൊക്കെ കയറി കളിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സോങ്ങാണ് കേട്ടോ. നല്ല വൈബാണ് ഇത്തരം പ്രോഗ്രാമിലൊക്കെ ആ സോങ് വരുമ്പോൾ. അങ്ങനെ നല്ല രീതിയിൽ എല്ലാവരും അടിച്ച് പൊളിക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. അപ്പോൾ പൊപ്പയും ചിന്തയും കയറിയിട്ടുണ്ടായിരുന്നു സ്റ്റേജിൽ. ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിലാണല്ലോ, അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ആരും പോകരുതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഓവറോൾ ട്രോഫിയൊക്കെ ഉണ്ട് വടംവലിക്ക്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ട്രോഫിയൊന്നും കിട്ടുന്നു, ഇതുപോലെ ഒരു പ്രോഗ്രാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു ഒന്നും. പക്ഷേ ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, അപ്രതീക്ഷിതമായിട്ട് നടക്കുന്നതാണ് നമുക്ക്. അപ്പോൾ ചെറുതായാലും വലിയതാണെങ്കിലും നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നാട്ടുകാരെല്ലാവരും കൂടി എൻജോയ് ചെയ്ത് കുറച്ച് മൊമെൻറ്റ്സ് ഷെയർ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ലേറ്റായിട്ടും ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത് കേട്ടോ. കാരണം നമുക്കത് പിന്നീടാണെങ്കിലും എടുത്ത് കാണുമ്പോൾ ഒരു നല്ല മെമ്മറി ആണല്ലോ. അങ്ങനെ പരിപാടി കൺക്ലൂഡ് ചെയ്യുന്ന ആ ഒരു രംഗാണ് ഈ കാണുന്നത്. പിന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, എല്ലാവർക്കും പ്രൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. പിന്നെ സ്പെഷ്യൽ പ്രൈസസ്, മെഡൽ അങ്ങനെയൊക്കെ ഈ വടംവലിക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേജിൽ പോകുന്നത് കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അതാ കണ്ടില്ല, ഓരോരുത്തർ ഇൻഡിവിജ്വൽ ഐറ്റംസിന് പ്രൈസ് വാങ്ങിച്ചിട്ട് പോകുന്നതാണ് ഈ കാണുന്നത്. പിന്നെ പൊപ്പയ്ക്കും ചിന്തയ്ക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ, അവർ ലാസ്റ്റ് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെ ആയാലും എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തു ഞാൻ പറഞ്ഞ പോലെ. പിന്നെ കുട്ടികൾക്കൊക്കെ പ്രൈസ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമില്ല. ഇതാ ഞങ്ങൾ സ്റ്റേജിൽ പോയിട്ട് 8 പേരാണ് കേട്ടോ ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്നത്. പിന്നെ എതിർ ടീമാണെങ്കിലും തീരെ മോശമല്ല, ഞാൻ പറഞ്ഞ പോലെ അവർ നന്നായിട്ട് വടം വലിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആരെങ്കിലും ഒരാൾ ജയിക്കുമല്ലോ, ഒരു ടീം ജയിക്കുമല്ലോ, അങ്ങനെ ഞങ്ങൾ ജയിച്ചു. അപ്പോൾ അതാ ഞങ്ങൾക്ക് മെഡലും ട്രോഫിയൊക്കെ കിട്ടി. പിന്നെ ഇൻഡിവിജ്വൽ ട്രോഫി കിട്ടി. പിന്നെ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ട്രോഫി, പപ്പയ്ക്കും ചിന്തിക്കും ഒരു ട്രോഫി, അങ്ങനെ മൊത്തത്തിൽ 4 ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മെഡലും ഉണ്ടായിരുന്നു. അങ്ങനെ അതാ നമ്മൾ കുറേ ഫോട്ടോസും റീൽസൊക്കെ എടുത്തു. ഇതാണ് നമ്മുടെ ഓപ്പോസിറ്റ് ടീം. അപ്പോൾ അവർക്കും മെഡലും പ്രൈസൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ വാങ്ങിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ ഇങ്ങനെ ഒരു പരിപാടിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പിന്നെ അടുത്ത് തന്നെ ഒരു പ്രോഗ്രാം നടന്നപ്പോൾ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ പപ്പയൊക്കെ പോയി നിൽക്കുന്ന കണ്ടില്ലേ, അവർ ഭയങ്കര എല്ലാവരായിട്ടും കമ്പനിയായി. അങ്ങനെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലാത്തവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിർത്താണ്. മറ്റൊരു വ്ളോഗായിട്ട് കാണുന്നവരെ ബൈ.